ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ച നമ്മളെ നാട്ടിലിപ്പം നല്ല മഴയല്ലേ. നല്ല മഴയും ഉണ്ട്. ഒപ്പം എന്തോന്നാണ് അവിടെ ഇവിടെ ആയിട്ട് ചെറിയ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണിട്ട് കറണ്ട് കട്ടും അങ്ങനെ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എൻ്റെ വീട്ടിൽ വിളിക്കുമ്പം പറയാറുണ്ട്. പക്ഷെ ഒരു പ്രശ്നമേ അല്ല കേട്ടോ. നമ്മളെ നാട്ടിലെ മഴയും വെയിലും തണുപ്പും മഞ്ഞും ആവശ്യത്തിന് മാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടുതലേ അല്ല. അതല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ നാടും വീടും വിട്ട് കുറച്ച് നാളൊന്ന് മാറി നിൽക്കുമ്പോൾ മനസ്സിലാവും. പണ്ട് ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ട്, ഈ വിദേശത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് അവിടെ ഭയങ്കര സുഖമായിരിക്കും, നല്ല ലൈഫല്ലേ എന്ന്. പക്ഷേ ഈ വിദേശത്ത് നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലെന്നും ഓർമ്മ നമ്മുടെ നാട് തന്നെ ആയിരിക്കും കേട്ടോ. നാടൊരു ഹരമാണ്, നാട്ടിലെ ജീവിതവും. പിന്നെ എന്തോന്നാണ്, കൂടുതലും ഒരു പണിയും ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് അതൊരു ഹരമാണ് കേട്ടോ. വീട്, മഴ, നാട്, മഞ്ഞ്, മാങ്ങ, ചക്ക, ഉഫ് എനിക്ക് വയ്യ, മരിച്ചീനി വരാൻ. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മരിച്ചീനി, തേങ്ങ, ചക്ക, മാങ്ങ എല്ലാ സാധനങ്ങൾക്കും വിദേശത്ത് ഭയങ്കര ഡിമാൻഡാണ്. സത്യം. നമുക്കവിടെ ഈ 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഈ 10 രൂപയ്ക്ക് കിട്ടുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, അയ്യോ 10 രൂപയാണോ, കുറയ്ക്കാനൊന്നുമില്ലേ എന്ന്. പക്ഷേ ആ സാധനം നാട് വിട്ട് പോകുമ്പോഴുണ്ടല്ല, 10 രൂപ എന്നത് 10-15 ദർഹം ആകും. അപ്പോൾ ഉണ്ട് എന്തോന്നാണ് 1000, 2000 അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ രീതിയിലുള്ള വാല്യൂ ആണ് അവിടുത്തെ പൈസയ്ക്ക്. അത്രയൊക്കെ ആവും. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്ന സാധനം ഉണ്ടല്ല, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു 5 പീസ് ഇടുന്നിടത്ത് നമ്മുടെ നാട്ടിൽ ഒരു വെളുത്തുള്ളിയുടെ അല്ലി ഇട്ടാൽ മതി കേട്ടോ. വേറെ രാജ്യത്തുനിന്നുള്ളത് നമ്മൾ കറി വയ്ക്കുന്ന സമയത്ത് 5 എണ്ണം ഇടുവാണെങ്കിൽ അതിന് പകരം നമ്മുടെ നാട്ടിൽ 1 ഇട്ടാൽ മതി. അത് ഭയങ്കര ഗുണമാണ്. അപ്പം നമ്മുടെ നാടാണ് എന്തോന്നാണ്, നാട് നല്ലതാണ്. നമ്മളെ നാടും നാട്ടിലെ സാധനങ്ങൾക്കും വിദേശത്ത് ഭയങ്കര ഡിമാൻഡാണ് കേട്ടാ. പിന്നെന്തോന്നാണ്, നാട്ടിൽ നല്ല മഴയുണ്ട്. ഈ മഴയൊക്കെ കൂടുതൽ ആസ്വദിക്കുന്നത് വിദേശത്തുള്ളവരാണ് കേട്ടോ. ഞാനല്ല, അല്ലാതെ ഞാൻ പറഞ്ഞതാ. അതൊക്കെ ഒരു നൊസ്റ്റോ ഫീലാണ്. പിന്നെന്തോന്നാണ്, ഇപ്പം നാട്ടിൽ നല്ല മഴയുണ്ട് അല്ലേ. ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല കേട്ടോ. ഓക്കെ. സത്യം പറഞ്ഞാൽ ഈ വിദേശത്ത് വന്നിട്ട് ഈ കൂടുതൽ ആൾക്കാർ അവരുടെ ജീവിതമാർഗ്ഗം ആയതുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. എല്ലാവർക്കും നാട്ടിൽ ജീവിക്കാനായിരിക്കും ഇഷ്ടം. പക്ഷേ ആ ഇഷ്ടത്തിന് കുറേ പരിമിതികളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയി തീർന്നത്. ഓക്കെ. പിന്നെന്തോന്നാണ്, ഇവിടേക്ക് ഭയങ്കര ചൂടാണേ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഈ ആവിയായിട്ടാണ് നമുക്ക് ഫീലാവുന്നത്. അങ്ങനെ അത്രയ്ക്ക് ചൂടാണ്. നമ്മുടെ നാട്ടിൽ ഉള്ളതിൻ്റെ ഒരു 10 ഇരട്ടി ചൂട് ഇവിടെ കാണും. അപ്പോൾ ഈ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് നമ്മൾ പുറത്തിറങ്ങി ഒരു 5 മിനിറ്റ് ഒന്ന് നടന്നിട്ട് വരുമ്പോൾ ഉണ്ടല്ല, നമ്മൾ വേർത്ത് കുളിച്ച് നല്ല ക്ഷീണിച്ച് വരും. പിന്നെ ഇവിടെ എല്ലാം AC ആണ് കേട്ടോ. AC ഇല്ലാത്തൊരു പരിപാടിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾക്ക് ACയുടെ ആവശ്യമൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ ഫാനിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, ഞാനും പിള്ളേർ. ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഫീലായിട്ടില്ല. പക്ഷെ ഇതല്ല ചൂടെന്നാണ് ഇവിടുത്തെ പുള്ളിക്കാരൻ പറയുന്നത്. ചൂട് ഇതിൻ്റെ ഇരട്ടി ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ആണ് ഇപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഇരട്ടി ചൂടാണ് ഇവിടെ. ഒന്ന് പുറത്ത് പോയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇവിടുത്തെ ചൂട്
പിന്നെ മഴയൊന്നും എനിക്കറിയില്ല, മഴയും മഞ്ഞും അങ്ങനെയൊക്കെ തന്നെ. മഴ ഉണ്ടാവുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ മഞ്ഞ് ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയും, മഞ്ഞ് ഭയങ്കര മഞ്ഞാണ്, ഭയങ്കര തണുപ്പാണ്, ഇവിടെ AC ഇടേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് ആൾ പറയും കേട്ടോ. എനിക്കറിഞ്ഞുകൂടാ. പിന്നെ പക്ഷെ ചൂട്, ഞാൻ വന്നതിന് ശേഷം ഇവിടെ ചൂടാണ്, ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറം ചൂടാണ് പുറത്തിറങ്ങുമ്പോൾ. പക്ഷേ നാട്ടിലെ ചൂടെന്താ, ചൂടൊന്നുമല്ല നാട്ടിലെ ചൂട്. മഴ അതുപോലെ മഴ പെയ്യുമ്പോൾ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അനുഭവിക്കും. ഉണ്ട്, നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ കറണ്ടിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, പിന്നെ പുറത്തൊന്നും പോകാൻ പറ്റില്ല, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കെല്ലാ ആവശ്യത്തിന് മാത്രമാണ് നാട്ടിൽ കിട്ടുന്നത് കേട്ടോ. പിന്നെന്തോന്നാണ് പറയേണ്ടത്, ഇതൊക്കെ തന്നെ വിശേഷം. നാടെന്നും നാട്ടിലെ ആൾക്കാർക്കൊരു ഹരമാണ്. നാട്ടിലല്ല, വിദേശത്ത് നിൽക്കുന്ന നാട്ടുകാർക്ക് വലിയൊരു ഹരമാണ്. ഞാൻ എന്നെക്കുറിച്ചല്ല പറഞ്ഞത്, എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും, അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ആയിരിക്കും എന്നുള്ളതിൽ പറയുകയാണേ. അപ്പോൾ എന്തോന്നാണ്, ഞാൻ പിന്നെ കുറേ പ്രതീക്ഷയായിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. യൂട്യൂബ് സക്സസ് ആക്കി എടുക്കാൻ പറ്റുന്നത് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുവാടെ നിങ്ങളാരും വീഡിയോ ഒന്നും കാണാത്തത്? എന്ന് മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ആരും കാണുന്നില്ല. ശരി, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോടെ. അപ്പം എന്തോന്നാണ്, എന്തെങ്കിലും ഒന്നായി തീരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാമോ? ട്രോളോട് ട്രോള്. പിന്നെന്താണ്, അവിടെ നാട്ടിലിപ്പോൾ എന്തുവാ, അഹാനയല്ലേ ആ കുട്ടിയുടെ പേര്, വലിയ ട്രോള് നടക്കുകയാണ്. പിന്നെന്താണ്, മറ്റേ സാനിറ്റൈസർ അവൻ്റെ കാര്യം. പിന്നെ എന്തോന്നാണ്, പിന്നെ മറ്റേ മല്ലു പേപ്പർ, അതൊക്കെ ഭയങ്കര ബോറാണ് കേട്ടോ, പറയണില്ല. പാവം ഒരു പെണ്ണ്, ആ ഒരു സ്ത്രീ, അവരെ വെറുതെ ശല്യപ്പെടുത്തുന്ന ആൾക്കാർ. പിന്നെന്താണ്, ഭയങ്കര ട്രോളേണ്ട രീതിയിൽ നിങ്ങൾ ട്രോളിക്കോ, നമ്മൾ എൻജോയ് ചെയ്യും. പിന്നെ പാവങ്ങളെ പിടിച്ചെന്നും ട്രോളല്ലേ, എന്ത് വാടേ ഇത്. പിന്നെന്തോന്നാണ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നാളെ വേറൊരു വിശേഷമായിട്ട് വരാം. ഈ വീഡിയോ എങ്കിലും എല്ലാവരും കാണണേ. അപ്പോൾ ഓക്കെ.